ഗ്യാസ് ട്രബിൾ ഉണ്ടാകുമെന്ന് ഭയന്ന് നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് പയറുവർഗ്ഗങ്ങൾ ഒഴിവാക്കാറുണ്ടോ? മരുന്ന് കൂടാതെ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. പയറുവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന ദഹനരസമാണ് പെപ്സിൻ. പയറുവർഗ്ഗങ്ങളിലെ ഫൈറ്റേസ് എന്ന ആന്റി ന്യൂട്രിയൻ പെപ്സിന്റെ പ്രവർത്തനത്തെ ചെറുക്കുന്നു. ഇതുമൂലം പയറുവർഗ്ഗങ്ങൾ ദഹിപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു. അധികം സമയം നമ്മുടെ ആമാശയത്തിൽ തുടരുന്ന പയറുവർഗ്ഗങ്ങളെ ദഹിപ്പിക്കാൻ നമ്മുടെ ദഹനവ്യവസ്ഥ കൂടുതൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പുളിച്ചുതകട്ടൽ, നെഞ്ചരിച്ചിൽ, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ കലാശിക്കുന്നു. അതിനുശേഷം പൂർണ്ണമായി ദഹിക്കാതെ നമ്മുടെ വൻകുടലിലേക്ക് എത്തുന്ന പയറുവർഗ്ഗങ്ങൾ വൻകുടലിലെ ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം അമിതമായ ഗ്യാസ് ഉണ്ടാകുകയും ഗ്യാസ് ട്രബിൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ആദ്യമായി പയറുവർഗ്ഗങ്ങൾ 2 മുതൽ 8 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി പാകം ചെയ്ത് ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി മനുഷ്യന് ദഹിപ്പിക്കാനാകാത്ത ഒലിഗോസാക്കറൈഡ്സ് എന്ന കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. അടുത്തതായി പാകമായ പയറുവർഗ്ഗങ്ങളിലേക്ക് കഴിക്കുന്നതിന് മുൻപായി ആവശ്യാനുസരണം നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർത്ത് ഉപയോഗിക്കുക. നാരങ്ങാനീരിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് പയറുവർഗ്ഗങ്ങളിലെ ഫൈറ്റിക് ആസിഡിനെ നിർവീര്യമാക്കുന്നു. ഇത് ദഹനരസമായ പെപ്സിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും പ്രോട്ടീൻ ദഹനവും ആഗീകരണവും എളുപ്പമുള്ളതാക്കുകയും ചെയ്യുന്നു. നാരങ്ങാനീരിലെ സിട്രിക് ആസിഡ് പയറുവർഗ്ഗങ്ങളിലെ മൈക്രോ ന്യൂട്രിയൻസ് ആയ സിങ്ക്, ഫോളേറ്റ്, മഗ്നീഷ്യം എന്നിവയുടെ ബയോ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. നാരങ്ങാനീരിലെ വൈറ്റമിൻ സി പയറുവർഗ്ഗങ്ങളിലെ നോൺ ഹീം അയണിന്റെ ആഗീകരണം 3 മുതൽ 4 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുന്നു. നാരങ്ങാനീര് ബൈൽ സെക്രീഷൻ വർദ്ധിപ്പിക്കുകയും ഭക്ഷണപദാർത്ഥങ്ങൾ അധിക സമയം കുടലിൽ തുടരുന്നത് തടയുകയും ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ പയറുവർഗ്ഗങ്ങൾ പാകം ചെയ്യുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ.